അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈ ഹിജാമ ಅಂತ ನಾನು കേട്ടിട്ടുള്ള സാധാരണ ഹിജാമ ಹಾಕಿಡೋಲ್ಲ ಅಂತ. പക്ഷേ ഈ ഹിജാമത്തെ കുറിച്ചിട്ട് കുറേ വിഷയ പഠിക്കുന്നുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള കാലത്തിൽ ആൾമാർക്ക് രോഗമില്ലಂತ. എന്തേ ಕಾರಣ? ಸೀಕಿಂಗ ಬಂಡಿಗೆ ಮುನ್ನಲೇ ಹಂಗ ಹಿಜಾಮ್ ಹಾಕಿಟ್ಟು ರೆಡಿ ಆಯ್ತಿన్నారు. ನಂಗೆ ಆಲೋಚನೆ ಹಾಕುವ, ನಂಗೂ ಈ ಸೀಕೆಲ್ಲ ಬಂಡೆ ಹೊರ್ತೋಗು ಕಡಿಕೆ ಬಂಡು, അല്ലെങ്കിൽ ഷുഗർ ಬಂಡು, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ಬಂಡು, അല്ലെങ്കിൽ കിഡ്നി വൈഫല്യ ಬಂಡು, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ സമസ്യ ಬಂಡು, നരമ്പുടെ സമസ്യ ಬಂಡು, ഇത് എല്ലാം ഇങ്ങനത്തെ സീക്കെല്ലാം ಬಂಡೆ ಹೊಡ್ತು ഞങ്ങളെ തടിയിൽ ചോര സർക്കുലേഷൻ ഇല്ലാണ്ടാകുമ്പോൾ, ചോര സർക്കുലേഷൻ ഇല്ലാണ്ട് അവിടെ എങ്ങനെ അത് ചോര ബ്ലോക്ക് അവിടെ എങ്ങനെ ചോര ഗട്ടിയായിട്ട് ബ്ലഡ് ഈ ചോര ചെന്നെങ്കിൽ അത് തന്നി പോലത്തെ ഇട്ടം അതെന്താക്കിക്കൊണ്ടു ചന്ത കൽച്ചോണ്ടിക്കൊന്നു തടിയിൽ ഞങ്ങൾ കൽച്ചോണ്ടിക്കൊന്നു ചന്ത അപ്പുറ ഇപ്പുറ പോയിട്ടു അങ്ങനെ ചന്ത സർക്കുലേഷൻ ഇക്കൊന്നു ചോര. ആ ചോര അപ്പുറ ഇപ്പുറ പോണ്ടത് സ്റ്റക്ക് അവിടെ എങ്ങനെ ഉദാഹരണം ചെല്ലിട്ടായെങ്കിൽ ഞങ്ങൾ ഒരു ഗാഡി ബൈക്കാവട്ടെ കാറാവട്ടെ ಅದಕ್ಕೆ ಆಯಿಲ್ ಇಟ್ಟಿಕ್ಕಿಡು, ಇಂಜಿನ್ ಆಯಿಲ್. ಈ ಇಂಜಿನ್ ಆಯಿಲ್ ಇಟ್ಟ ಗಾಡಿ ಇಂಜಿನ್ ಆಯಿಲ್ നല്ല സോഫ്റ്റ് ഇക്കിട് ഫസ്റ്റ് ഇടുമ്പോഴത്തേക്കും ചന്ത ಗಾಡಿ ರನ್ ಆವಡು. കുറേ ടൈം പോയിട്ടാകുമ്പോഴത്തേക്കും ಅದರ ಟೈಮ್ ತಿಂತಾകുമ്പോഴത്തെ ಆ ಆಯಿಲ್ಡು ಆ തെൽപ്പിന്ന ഓയിലിൻ്റെ ഒരു ടൈം തിന്താകുമ്പോഴത്തേക്കും അതെന്താ സുരാടും. പിന്നെ അത് സ്ട്രോങ് ആകുമ്പോണ്ട് ഗട്ടിയാകുമ്പോണ്ട് ഓയിൽ. അതിനെ ഓയിൽ ഗട്ടിയാകുമ്പോഴത്തേക്കും അവിടെ എന്താ വായിൽ ചന്ത തിരിയോഗ് ಬಿಡಲೆ, ಇಂಜಿൻ്റെ ಚಂದ ತಿರಿಯೋಗು ಬಿಡಲ್ಲ, പിടിച്ച് പോലെ ഓടും. ആ ടൈമിലായിട്ട് എന്താ ആക്കിടും, ഗ്യാരേജിലങ്ങ് ചെല്ലാറ് ഇത് ഇത്ര 1000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഓയിൽ ചേഞ്ച് ആക്കുന്നുണ്ട്. എന്ത് അതിൽ പിന്നെ അത് പിടിക്കരുത്, ഗട്ടി ആവിടും, ഓയിൽ ಬೆಡಕಾവിടും, ഓയിലിൻ്റെ കളർ ചേഞ്ച് ആവിടും, ഇങ്ങനത്തെ ഒരു സമസ്യ. അപ്പോൾ ഈ ഗട്ടിയായ സ്ഥലത്തേക്ക് എന്താവിടും എൻജിൻ തിരില്ല, പിന്നെ ഓരോ പ്രോബ്ലം ബറസുറോട് ഗാഡിക്ക് എൻജിൻ്റെ ഉൾഗത്തിൽ. അപ്പോൾ ಆಯಿಲ್ ಚೇಂಜ್ ಆಯ್ಕೊಂಡ ಹೆಂಗಂದ್ರೆ ನಂಗೆ ಪಳೆಯ ಆಯಿಲ್ ನಂಗೆ ಅಂದ್ರೆ ಹಾಕ್ಯ ಆ ಗಟ್ಟಿಯಾಯ ಆಯಿಲ್ ನಂಗೆ ಪಡ್ತಿರ್ತಂಗೆ ഞങ്ങൾ ಗಾಡಿ സാധാരണ ക്ലിയർ ആയിത്ത്. പിന്നെ പുതിയ ഓയിൽ ബീത്തോണം, അത് വേറെ വിഷയം. ചെന്നെങ്കിൽ ഉത്പത്തി ആവില്ലല്ലേ. ಗಾಡಿയിൽ പല ഓയിൽ എടുത്തിട്ടാകുമ്പോഴത്തേക്ക് പുതിയ ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ഉത്പത്തി ആവില്ല, ഞങ്ങൾ ബീത്തോണം. പക്ഷേ ഞങ്ങൾ മനുഷ്യന്മാരെ ഞങ്ങൾ തടിയിൽ അങ്ങനല്ല. ಬೆಡക്ക് ചോര എടുത്തിട്ടാകുമ്പോഴത്തേക്ക് പുതിയ ചോര ഓട്ടോമാറ്റിക്കായിട്ടേ ഉത്പത്തി ആവിടും. അള്ളാഹു തണ്ടത് വലിയ നിഅമത്തായിട്ടിക്കിട്. അതുകൊണ്ടിട്ട് ഈ ഹിജാമ കൊണ്ടുള്ള ഉദ്ദേശം ഞങ്ങൾ തടിയിലുള്ള ಬೆಡക്ക് ചോരയുടെ എടുക്കലായിട്ടിക്കിട ഗട്ടിയായിട്ടിരുന്നത് ഡോക്ടർമാർ ടെസ്റ്റ് ആക്കിയിട്ടേ എടുക്കുക, വെറുതെക്കും എടുക്കില്ല. ടെസ്റ്റ് ആക്കി നോക്കിയിട്ട് എന്താക്കിടാറ് എവിടെ ബീക്കണം, കപ്പ് എവിടെ വെച്ചിട്ട് ചോര എടുക്കണം, അതെല്ലാം അങ്ങ് ടെസ്റ്റാക്കിയിട്ട് അതത് പ്ലേസിൽ വെച്ചിട്ട് അവിടെയുള്ള ഗട്ടിയായിട്ടുള്ള ಬೆಡക്ക് ചോരയുടെ എന്താക്കിടാറ് എടുക്കിടാറ്. ആ ചോര എടുത്തിട്ടാകുമ്പോഴത്തേക്കും അവിടെ അവിടെ നല്ല തെളിപ്പിന്ന ചോര സർക്കുലേഷൻ തുടങ്ങുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആൾമാർ ഡിസ്ക് ആയിട്ടിക്കില്ല. ചിലപ്പോൾ കുറേ ആൾമാർ ഡിസ്കിൻ്റെ പ്രോബ്ലം ചെന്നിട്ട് ഇങ്ങനെ മറന്നാക്കിട്ടിരിക്കില്ല. പക്ഷെ ചോര ഗട്ടിയായിട്ട് അവിടെ ഡിസ്ക്ക് സൊറാക്കോ ಬಿಡಲೆ പിടിച്ച് പോലെ ആവിടും. അപ്പോൾ ഡിസ്ക് നമ്മൾ അടിക്കുക. അതേപോലെ കടിക്ക ആൾമാർക്ക് ചോരി ചെല്ലല്ലേ കടിക്ക, അതും എങ്ങനെ വേണ്ട ചോര ಬೆಡಕಾയിട്ടാകുമ്പോഴത്തേക്കും അഞ്ഞ കടിക്ക് സ്റ്റാർട്ട് ആവിടും. അത് പിന്നെ ഇടീ സ്പ്രെഡ് ആവിടും തടിക്ക്. അങ്ങനെ ഈ നിലക്കായിട്ടിക്കട് രോഗം ഹൈയസ്റ്റ് പണ്ടതും ഹാർട്ട് ബ്ലോക്ക് ആവിടും. ചോര ബ്ലോക്ക് ആയിട്ടാകുമ്പോഴത്തേക്കും ഹാർട്ട് ബ്ലോക്ക് ആവിടും ഈ നിലക്കല്ല. അപ്പോൾ സർക്കുലേഷൻ ഞങ്ങൾ തട്ടുന്നത് കറക്റ്റ് കൊടുത്ത ടൈം ബ്ലഡ് സർക്കുലേഷന് ഞങ്ങൾ ಈ ಜ್ವಾರ ಚಂದ ಕಲಿಕಿಡು.
അത് കൊടുക്കുക അങ്ങനത്തെ വലിയൊരു തെരുവായിട്ടിക്കട് ഹിജാമ ആക്കടത്. ഞങ്ങൾ തടിയിലുള്ള ಬೆಡಕು ചോര എടുക്കട്. അത് വർക്കമെടുത്ത് ಮುಂಡದೀಕರವಲ್ಲ ಅವರ ಆಯುಸ್ಸಿൽ ಅವ್ರ ಲೈಫಲ್ಲಿ ವರ್ಕಮೆടുത്ത് ಮುಂಡದೀಕೋಗം തീറ എടുക്കണം. ഇനി വർക്ക് എടുത്ത് മുടിച്ചും ತೊಂದರೆ ಇಲ್ಲ, അങ്ങനല്ല എടുത്തോണ്ടിരുന്നിട്ടെങ്കിൽ ഞങ്ങളെ തടി നല്ല ആക്റ്റീവായിട്ടിക്കട്, ഞങ്ങളെ തടിയിലുള്ള ബ്ലഡ് നല്ല സർക്കുലേഷൻ ആയിട്ടിക്കട്. അതുകൊണ്ടിട്ട് ഹിജാം ആക്കിയിട്ടാകുമ്പോഴത്തേക്കും വർക്ക് എന്താ ആവിടും, അങ്ങനെ ബോഡി ലൈനെല്ലാം ഫ്രീ ആവിടും. ആ സ്റ്റക്കായിട്ട് ഗಟ್ಟಿയായിട്ട് ഇന്നതെല്ലാം പോയിട്ട് നല്ല ഫ്രീ ആയി കിട്ടും. ഇപ്പോൾ ഹിജാമ കൊണ്ടുള്ള ഉദ്ദേശിതായിട്ടിക്കട് വർക്കത്തെ ചോര എടുത്തിട്ടാകുമ്പോൾ ಬೆಳಗ್ಗೆ ചോര നല്ല ചോര നല്ല ಕಲಿಕೆ ಸುರ ಆವಿಡು ತಡಿಯಲ್ಲಿ. പിന്നെ കുറേ ടൈം ಬಿಟ್ಟಿട്ട് പാടെ അവർക്ക് ടെസ്റ്റ് ആക്കി പറ്റണോ. പിന്നെയും അങ്ങനത്തെ ചോര ഒന്നുണ്ടായെങ്കിൽ ഡോക്ടർമാർ ടെസ്റ്റ് ആക്കി ചെല്ലാറ്, ഒന്നുണ്ടായെങ്കിൽ പാടെ എടുക്കണം. ഇങ്ങനെ ഓരോരോ ആൾമാരും ഓരോ ടൈപ്പിലായിട്ടിക്കട്. കുറേ ആൾമാർ ഉറക്കത്തിൽ ക്ലിയർ ആവും, കുറേ ആൾമാർ 2 ബെട്ടാക്കണോ, കുറേ ആൾമാർ 3 ബെട്ടാക്കണോ, ഇങ്ങനെയുള്ള ഇക്കോ. പക്ഷേ ഏതായാലും ഹിജാം ആക്കൽ കൊണ്ടിട്ട് നമുക്ക് വലിയ ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. അതേപോലെ തലയിൽ മൈഗ്രോ കുറേ ആൾക്ക് പ്രോബ്ലം ഉണ്ട്, തലക്കുത്ത് എപ്പോൾ നോക്കിയെങ്കിലും അതും തലയിൽ എന്താ അവിടെ ചോര സർക്കുലേഷൻ ഇല്ലാണ്ടായിട്ടിക്കട് അങ്ങനത്തെ മൈഗ്രോ പ്രോബ്ലം വന്നിട്ട് കണ്ണടി ബീക്കിട കുറേ ആൾമാർ തലയിൽ എന്താ അവിടെ സർക്കുലേഷൻ ഇക്കില്ല ചോര. ആ സർക്കുലേഷൻ പറഞ്ഞിട്ടായെങ്കിൽ അങ്ങ് എവിടെയെല്ലാം ಬೆಡಕು ചോര എടുക്കണ ഒരു ಬಾಡಿಲಿ ಅದು ಎಲ್ಲವೂ ಹಿಜಾಮ ತನಕ ಗೊಂತಿಕ್ಕಡು, ಹಿಜಾಮ ಹಾಕಿಡ ಡಾಕ್ಟರ್ಸ್ಮಾರ್ಗೆ ಗೊಂತಿಕ್ಕಡು. ಅಪ್ಪ അങ്ങനൊന്ന് ബന്ധപ്പെട്ടിട്ട് ഹിജാം ആക്കുവാറ്റി ഉണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ വിഷയമായിട്ടിക്കടെ, ഞങ്ങൾ തടിക്ക് ഉള്ള ആരോഗ്യത്തിലുള്ള വലിയ വിഷയമായിട്ടിക്കടെ. പിന്നെ രോഗം ഇല്ലാത്ത ആൾമാർ പോയിട്ട് ആക്കിയെങ്കിലും അത് രോഗനിരോധക ശക്തി ചെല്ലില്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു രോഗം ഞങ്ങൾ തടിക്ക് ബറാട്ടിക്കുള്ള ഒരു കാരണം കൂടിയായിട്ടിക്കട്. അത് കൊണ്ടിട്ട് മീനിങ്ങനെ അത് പണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ വന്നങ്ങനത്തെ ഒരു റൂഢി കൂടിയായിട്ടിക്കട്. പരിശുദ്ധ ഇസ്ലാം ദീൻ മുഖേനുള്ളൊരു ചികിത്സ കൂടിയായിട്ടിക്കട്. അത് കൊണ്ടിട്ട് എല്ലാം മീനിങ്ങും അതേപോലെ ആണിങ്ങാവട്ടെ പെണ്ണിങ്ങാവട്ടെ ആർക്കും ഹിജാം ആക്കപ്പെട്ട. അത് കൊണ്ടിട്ട് ഹിജാം ആക്കുന്ന ഒരു ചാൻസ് കിട്ടിയെങ്കിൽ ഇവിടെ വിടണ്ട. ഇൻഷാ അല്ലാഹ് അത് ആക്കുറു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ആഫിയത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.